Hello guys, welcome back to Sideline Football. So international break ഒക്കെ കഴിഞ്ഞു, ക്ലബ് ഫുട്ബോൾ ഈസ് ബാക്ക്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ സാറ്റർഡേ അത്യാവശ്യം കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു. അതിൽ ആഴ്സണലിൻ്റെ മാച്ചാണ് നമ്മൾ ആദ്യം ഫോക്കസ് കൊടുത്ത് കണ്ടത്. ആഴ്സണൽ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരം. സോ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ 4 മത്സരങ്ങളായിട്ടൊരു വിജയം പോലും ഇല്ലാത്ത ആഴ്സണൽ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം അവരുടെ ടൈറ്റിൽ റേസ് ക്യാമ്പയിൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അവർക്ക് എന്തായാലും ഒരു നല്ലൊരു തുടക്കം തന്നെ വേണം. കാരണം ഇനിയൊരു ബിൽഡപ്പ് അവർക്ക് മൊമെന്റം ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരം തന്നെയായിരുന്നു ഈ കലാട്ടറ്റിക്കും കൂട്ടർക്കും. എന്തായാലും എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒരു കംഫർട്ടബിൾ വിക്ടറി തന്നെയാണ് ആഴ്സണലിന് നേടാൻ കഴിഞ്ഞത്. 3-0 വിക്ടറിയാണ് അവർ നേടിയത്. സോ ലൈനപ്പ് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ 4-3-3 ഫോർമേഷനിലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 4-2-3-1 ഫോർമേഷനിലുമാണ് അണിനിരന്നിരുന്നത്. അല്ല, ആഴ്സണലിന്റെ ലൈനപ്പിൽ കുറച്ച് സർപ്രൈസസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കാലഫിയോറി ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതേപോലെ റൈറ്റ് ബാക്കിൽ ജൂലിയൻ ടിമ്പറാണ്. ബെൻ വൈറ്റ് ഇഞ്ചോർഡ് പോയ കാരണം ജൂലിയൻ ടിമ്പറാണ് റൈറ്റ് ബാക്കിൽ ഉണ്ടായത്. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ പാർട്ടി ആദ്യം സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, തോമസ് പാർട്ടി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ ഡെക്ലാൻ റൈസിന് റെസ്റ്റ് കൊടുത്തേക്കാണ്. സോ ജോർജീനിയോ ആണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത് വിത്ത് മാർട്ടിൻ ഓഡെഗാർഡ് ആൻഡ് മിക്കേൽ മെറീനോ. അതേപോലെ തന്നെ ഫ്രണ്ട് ത്രീയിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലിക്ക് പകരം ട്രൊസാർഡാണ് ഇറങ്ങിയത്. മാർട്ടിനെല്ലിക്ക് റെസ്റ്റ് കൊടുത്തു. അതേപോലെ സെൻട്രൽ ആസ് എ സ്ട്രൈക്കർ സ്റ്റാർട്ട് ചെയ്തത് ഇത്തവണ ഹാവേർട്സ് അല്ല. ഹാവേർട്സിനെ കളിക്കാൻ ഇറക്കിയില്ല ഈ പറഞ്ഞ മത്സരത്തിൽ. പകരം ഗബ്രിയേൽ ജീസസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്സണലിന്റെ ഒരു ഡോമിനന്റ് ഗെയിം, കുറെ നാൾക്ക് ശേഷം ആ ഒരു ഗ്യാപ്പിന് ശേഷം ആ ഒരു പക്കാ ഡോമിനന്റ് ഗെയിം കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വലിയ ചാൻസസ് ഒന്നും കിട്ടിയില്ല. 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആയിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ വക. അത്രയും നന്നായിട്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ആഴ്സണലിന് സാധിച്ചായിരുന്നു ഈ ഒരു മത്സരത്തിൽ. എസ്പെഷ്യലി ആ റൈറ്റ് വിങ്ങിൽ ഓൾറെഡി നമുക്കറിയാം സാക്ക ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. അതിന്റെ കൂടെ ഒഡഗാർഡും കൂടി ആ തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ, ആ കോംബോ അങ്ങോട്ട് ശരിക്കും, ആ പഴയ ആഴ്സണൽ കോംബോ ശരിക്കും അങ്ങോട്ട് ക്ലിക്കായി. ആ ഒരു കണക്ഷൻ ആഴ്സണൽ ശരിക്കും മിസ് ചെയ്തിരുന്നു ആഴ്സണലിന്റെ അറ്റാക്കിങ്ങിൽ കുറച്ച് കാലത്തേക്ക്, ആ ഒഡഗാർഡ് ഇഞ്ചേർഡായി പോയിരുന്ന സമയത്ത്. സോ റൈറ്റ് വിങ്ങിൽ നിന്ന് തന്നെയാണ് ആഴ്സണലിന്റെ ആദ്യത്തെ 2 ഗോളുകളും വന്നിരുന്നത്. ആദ്യം 15ാമത്തെ മിനിറ്റിൽ ഒഡഗാർഡ് വെച്ച് കൊടുക്കുന്ന പന്ത് ബോക്സിനകത്തേക്ക് ഷാക്ക, അത് റൈറ്റ് സൈഡിൽ നിന്നും ബോക്സിനകത്ത് തന്നെ തട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയിട്ടാണ് അദ്ദേഹം ഷോട്ട് എടുക്കുന്നത്. അതേപോലെ സെക്കൻഡ് ഹാഫിൽ 52ാമത്തെ മിനിറ്റിൽ ജോർജീനോയ്ക്ക് പകരക്കാരനായിട്ട് ഇറങ്ങിയ തോമസ് പാർട്ടിക്ക് റൈറ്റ് വിങ്ങിൽ നിന്ന് പന്ത് പിറകിലോട്ട് വെച്ച് കൊടുക്കുന്നത് ബുക്കായോ സാക്ക തന്നെയാണ്. തോമസ് പാർട്ടിയുടെ ഒരു നല്ലൊരു തകർപ്പൻ ഷോട്ട് ഗോളാവുകയായിരുന്നു. അതേപോലെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആഴ്സണലിന്റെ ഡിഫൻസീവ് യൂണിറ്റ് ആണ്. സാലിബയും ഗബ്രിയേലും ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ് അഗെയിൻ. കുറെ നാൾക്ക് ശേഷം അവരെയും നല്ലൊരു ടോപ്പ് ഫോമിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അറ്റാക്കേഴ്സിനെ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചായിരുന്നു. ഡേവിഡ് റായ്ക്കൊന്നും അത്ര വലിയ കാര്യമായിട്ട് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല ഈ ഒരു മത്സരത്തിൽ നിന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണ്. അതേപോലെ എനിക്കും 2-3 ഫ്രീ കിക്സിൽ നിന്നുള്ള അറ്റംപ്റ്റ്സും പിന്നൊരു സെക്കൻഡ് ഹാഫിൽ ഒരു ഓഫ് സൈഡ് ഗോളും അല്ലാതെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വന്ന് വലിയൊരു മെനക്കേടൊന്നും ഡേവിഡ് റായ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഡേവിഡ് റായ്ക്ക് അഗെയിൻ ഒരു ക്ലീൻ ഷീറ്റ് കൂടി കിട്ടി. സോ ഡിഫെൻസീവ്ലി ഓൾസോ ആഴ്സണൽ വളരെ എഫക്റ്റീവ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നിട്ടുണ്ടാവും ഈ ഒരു മത്സരം കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ടത് ഒഡഗാർഡിന്റെ പെർഫോമൻസ് തന്നെയാണ്. നല്ല ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു. ആഴ്സണലിന് എന്താണ് മിസ് ചെയ്തിരുന്നത്, ആഴ്സണലിന് എന്താണ് ഒരു മിസ്സിങ് പീസ് എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, അത് ഞാനായിരുന്നു ആഴ്സണലിന് വേണ്ടിയിരുന്നു, ഞാൻ പോയതാണ് ആഴ്സണലിന്റെ ഒരു ഫോമിന് ഒരു ഡിപ്പ് വരാൻ കാരണം എന്നുള്ളത് വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഒഡഗാർഡിന്റെ ഭാഗത്തുനിന്ന്. ആൻഡ് എസ്പെഷ്യലി ബുക്കായോ സാക്ക. ഇനി ട്രോസാർഡ് ലെഫ്റ്റ് വിങ്ങിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ അത്ര വലിയൊരു എഫക്റ്റ് മാച്ചിലുണ്ടായിരുന്നില്ല. കാരണം മോസ്റ്റ്ലി റൈറ്റ് വിങ്ങിൽ കൂടെ ആയിരുന്നു കൂടുതൽ അറ്റാക്സ് വന്നിരുന്നത്. ബട്ട് കലഫിയോറിയുടെ ഒരു പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഇഞ്ചുറിക്കൊക്കെ ശേഷം തിരിച്ചു വന്നതാണ്. ബട്ട് ഹി ഡിഡ് എ ഡീസൻറ്റ് ജോബ്. 66 മിനിറ്റേ കളിച്ചുള്ളൂ. അതിനുശേഷം ജേക്കബ് കീവിയറിനെ ഇറക്കി വിടുകയായിരുന്നു. വലിയ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല മിക്കേൽ ആർട്ടറ്റ. ആൻഡ് അതേപോലെ എടുത്തു പറയുന്നത് ഗബ്രിയേൽ ജീസസിന്റെ പെർഫോമൻസ്. ഹാവേർട്സിന് പകരം സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയ ഗബ്രിയേൽ ജീസസ് ഒരു തരക്കേടില്ലാത്ത പെർഫോമൻസ് എന്ന് പറയുള്ളൂ. നമ്പർ 9 സ്ട്രൈക്കർ റോളിലല്ല അദ്ദേഹം കളിച്ചിരുന്നത്. വിങ്സിലേക്കൊക്കെ അത്യാവശ്യം മാറി കളിക്കുന്ന ഒരു ഫ്രീ ഫ്ലോയിങ് കണ്ടക്ടർ റോളിലാണ് അദ്ദേഹം കളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ. എടുത്ത് പറയാവുന്ന രീതിയിലൊരു വമ്പൻ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. അദ്ദേഹത്തിന് വീണ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആഴ്സണലിന് സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ഉണ്ട്. അപ്പൊ ഹാവേർട്സിന് പകരക്കാരനായിട്ട് ഇപ്പൊ ടീമിൽ കാണാൻ പറ്റുന്ന ഒരാൾ ഗബ്രിയേൽ ജീസസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ടോപ്പ് ഫോമിലൊന്നും ആയിരുന്നില്ല. ഈ ഒരു സീസണിൽ ഗോളൊന്നും അധികം കാര്യമായിട്ട് നേടിയിട്ടൊന്നുമില്ല പ്രീമിയർ ലീഗിൽ. സോ അദ്ദേഹത്തിന് നല്ലൊരു അവസരമായിരുന്നു അത്. അദ്ദേഹം
ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു, പക്ഷെ അദ്ദേഹം ഫുള്ളായിട്ട് അത് മുതലെടുത്തു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് മാർട്ടിൻ ഓഡെഗാർഡ് 80ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പകരം വന്നത് ആഴ്സണലിന്റെ 17 വയസ്സുള്ള ഈതൻ ന്യൂനറിയാണ്. ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ എമിറേറ്റ്സ് എന്ന് ഒരുപാട് ആഴ്സണൽ ഫാൻസ് വിശ്വസിക്കുന്ന ഒരു പ്ലെയർ ആണ്. അതിന്റെ ഒരു കോണം അദ്ദേഹം കാണിക്കുകയും ചെയ്തു ഈ ഒരു മത്സരത്തിൽ. ബുക്കായോ സാക്കയ്ക്ക് പകരക്കാരനിറങ്ങിയ റഹീം സ്റ്റെർലിങ്ങിന്റെ വക ഈ സീസണിലെ സൈനിങ് ആയിരുന്നു. റഹീം സ്റ്റെർലിങ്ങിന്റെ വക ഒരു അസിസ്റ്റ്, അതിന് ഗോൾ അടിച്ചത് ഈതൻ ന്യൂനറി ആയിരുന്നു. ബോക്സിനകത്ത് നിന്ന് തന്നെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു തകർപ്പൻ ഷോട്ട് വായിച്ച് ഈ പ്രീമിയർ ലീഗ് സീസണിൽ പ്രീമിയർ ലീഗിൽ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗോൾ അദ്ദേഹം നേടി. എനിക്ക് തോന്നുന്നു ആഴ്സണലിന്റെ സെക്കൻഡ് യങ്ങസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾ സ്കോററാണ് ഈ 17 വയസ്സുകാരൻ ഈതൻ ന്യൂനറി. സോ അതെ, ഈതൻ ന്യൂനറിക്കും അത്യാവശ്യം ടൈം കളിക്കാൻ കിട്ടിയത് ആഴ്സണൽ ഫാൻസും വളരെ സന്തോഷമായിരിക്കും. അത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം കൂടിയാണ്. കാരണം എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മാർട്ടിൻ ഓഡെഗാർഡിനെ തന്നെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. സോ മാർട്ടിൻ ഓഡെഗാർഡിന് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡീസെന്റ് റീപ്ലേസ്മെന്റ് ടീമിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടത് മിക്കൽ ആർട്ടറ്റയ്ക്ക് ആവശ്യമായിരുന്നു. സോ ഐ തിങ്ക് ഈതൻ ന്യൂനറി ഈസ് ഗോയിങ് ടു ബി ദാറ്റ് മാൻ. എനിവേ മത്സരം വളരെ എല്ലാ ആഴ്സണൽ ഫാൻസും വളരെ സന്തോഷമാകുന്ന രീതിയിൽ 3-0 അവസാനിച്ചു. ഒരു ക്ലീൻ ഷീറ്റ് കിട്ടി. ടോപ്പ് 4 തന്നെ ആഴ്സണൽ നിലനിൽക്കുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി സന്തോഷമുള്ള ഒരു കാര്യം ആഴ്സണൽ ഫാൻസ് ഉണ്ടായത് മാൻ സിറ്റി വേഴ്സസ് ടോട്ടനം മത്സരത്തിന്റെ റിസൾട്ടിലായിരുന്നു. ഇന്റർനാഷണൽ ബ്രേക്കും കഴിഞ്ഞ് തിരിച്ചു വന്ന മാൻ സിറ്റിയിൽ നിന്നൊരു കംപ്ലീറ്റ്ലി ബാക്ക് ടു ഫോം ഗെയിമാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഫാൻസ് എല്ലാം ടോട്ടനത്തിനെതിരെ. പക്ഷെ സംഭവം നേരെ തിരിച്ചായിരുന്നു. 4 ഗോളിനാണ് ടോട്ടനം സിറ്റിനെ വീഴ്ത്തിയത് അവരുടെ സ്വന്തം എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ. സോ സിറ്റി ഗോട്ട് ബുള്ളീഡ് അറ്റ് ദെയർ ഓൺ യാർഡ് എന്ന് പറയേണ്ടി വരും. വളരെ മോശം ഒരു റിസൾട്ടാണത് സിറ്റിക്ക്. അത് ടോട്ടനത്തിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ്. ഇത്രയും നല്ലൊരു പെർഫോമൻസ് സിറ്റിക്കെതിരെ അവർ എറ്റിഹാഡ് സ്റ്റേഡിയത്തിൽ പോയി കാഴ്ചവെക്കുമെന്ന് ജയം എന്നുള്ളത് ഓക്കെ, പക്ഷെ ഇത്രയും ഒരു ദയനീയ തോൽവിയൊന്നും സിറ്റിയുടെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു പെപ് ഗാർഡിയോളയുടെ കരിയറിൽ തന്നെ ഇത്രയും മോശം റൺ ഓഫ് ഫോം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ മത്സരത്തിൽ അവരുടെ പ്ലെയേഴ്സ് എന്താ പറയുക, ഫിസിക്കലി ഗോട്ട് ബുള്ളീഡ് എന്ന് പറയുന്നത്, ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ ഡിഫെൻസീവ്ലി ദി ഗോട്ട് ബുള്ളീഡ്. എടുത്തു പറയേണ്ടത് ടോട്ടനം പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ജെയിംസ് മാഡിസൺ ബർത്ത്ഡേ ബോയ് ആയിരുന്നു. 28ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഈ മത്സരമാണ് അവസാനത്തിന്റെ. സോ ആദ്യത്തെ 2 ഗോളുകൾ നേടിയത് ജെയിംസ് മാഡിസൺ തന്നെയായിരുന്നു. അതിന് അദ്ദേഹം കൊടുത്ത റൺസും എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ ഗോളിന് കുൽസെവ്സ്കി വെച്ച് കൊടുക്കുന്ന ലോഫ്റ്റഡ് പാസിന് ഡിഫൻഡറിന്റെ പിറകെ ഒരു ഓട്ടം, അതേപോലെ തന്നെ 2ാമത്തെ ഗോളിന് സോണിന് പന്ത് ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കേറി പിന്നെ സോണിൽ നിന്ന് പന്ത് റിസീവ് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു മൂവ്മെന്റ്, അതൊക്കെ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ പെഡ്രോ പോറയും ബ്രണ്ടൻ ജോൺസണുമാണ് 2 ഗോളുകൾ നേടിയത്. രണ്ടും ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾസ് ആയിരുന്നു. സിറ്റിക്ക് അത്യാവശ്യം ചാൻസസ് കിട്ടിയിരുന്നു. സിറ്റിക്ക് ചാൻസ് കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ അത്യാവശ്യം നല്ല ചാൻസസ് കിട്ടിയായിരുന്നു തുടക്കത്തിൽ തന്നെ. പക്ഷേ ഒന്നും മുതലാക്കാൻ സിറ്റി അറ്റാക്കേഴ്സിന് കഴിഞ്ഞില്ല. എസ്പെഷ്യലി ഹാലൻഡും ഒരു ബാഡ് ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹാലൻഡ് സിറ്റിയിലേക്ക് 2 കൊല്ലം മുമ്പ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതാണ് സം ഡേ ഹിസ് ഫോം വിൽ ഗോ ഡൗൺ. സോ ആ ഒരു മൊമെന്റിൽ കൂടെയാണ്, ആ ഒരു സെക്ഷനിൽ കൂടെയാണ് ഇപ്പോൾ ഹാലൻഡ് കടന്നു പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റിംഗ് സിറ്റി വെരി മച്ച്. നന്നായിട്ട് ഇതിൻ്റെ വില സിറ്റി കൊടുക്കുന്നുണ്ട്. എനിവേ സിറ്റി ഇപ്പോൾ ഇഞ്ചുറി കൺസേൺസ് ഉണ്ട് സിറ്റിക്ക്. സോ മേ ബി ഇഞ്ചുർഡ് പ്ലേയേഴ്സ് തിരിച്ചു വന്നു കഴിയുമ്പോൾ മേ ബി സിറ്റിയുടെ കാര്യത്തിൽ മാറ്റങ്ങളുണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു പെപ് ഗാർഡിയോള മിക്കവാറും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഓപ്ഷൻസ് തിരയാനാണ് ചാൻസ്. കാരണം അദ്ദേഹത്തിന് ഈ സീസണിലേക്ക് ഒരു കംബാക്ക് നടത്തണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഈ സാറ്റർഡേ നടന്ന മത്സരത്തിൽ ചെൽസി ലെസ്റ്റർ സിറ്റിനെ 2-1 തോൽപ്പിച്ചായിരുന്നു. സോ ഇപ്പോൾ ചെൽസിയും ആഴ്സണലും വിജയിച്ചു, സിറ്റി തോറ്റു. അപ്പോൾ ടേബിളിൽ സെക്കൻഡ് നിൽക്കുന്ന സിറ്റിക്ക് 23 പോയിന്റും തേർഡ് നിൽക്കുന്ന ചെൽസിക്കും ഫോർത്ത് നിൽക്കുന്ന ആഴ്സണലും 22 പോയിന്റുമാണ്. സോ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി ചെൽസിയും ആഴ്സണലും കറക്റ്റായിട്ട് വിനിയോഗിച്ചു. ലിവർപൂളായിട്ട് ഓൾറെഡി 5 പോയിന്റിന്റെ വേരിയേഷൻ ഉണ്ട് സിറ്റിക്ക്. അതിനിപ്പോൾ ഒരു മത്സരം കൂടി കളിച്ച് കഴിയുമ്പോൾ ലിവർപൂളിന് വേണമെങ്കിൽ ആ ലീഡ് ഉയർത്താനും പറ്റും. ഈ ഒരു ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച പ്രീമിയർ ലീഗിൽ സിറ്റി നേരെ ചെല്ലുന്നത് ആൻഫീൽഡിലേക്കാണ്. സോ തിങ്സ് ആർ നോട്ട് ഗെറ്റിംഗ് എനി ബെറ്റർ ഫോർ പെപ് ഗാർഡിയോള ആൻഡ് ദ ടീം. സോ സിറ്റി അവരുടെ പഴയ ഫോമിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയേ തീരുള്ളൂ. സോ അത് സൈനിങ്സിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഉള്ള പ്ലെയേഴ്സ് മേ ബി ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലെയേഴ്സ് വഴിയാണെങ്കിൽ അങ്ങനെ. എനിവേ ഇതുവരെ പെപ് ഗാർഡിയോളേനെയും സിറ്റീനെയും കാണാത്ത ഒരു ബാഡ് ഫോമിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ
ഇനി അതേപോലെ മറ്റൊരു ഷോക്കിംഗ് റിസൾട്ട് നടന്നത് ലാലിഗയിലാണ്. കെൽറ്റ വിഗോ വേഴ്സസ് ബാഴ്സലോണ മത്സരത്തിലാണ്. കെൽറ്റ വിഗോയായിട്ട് നടന്ന ഈ ഒരു അവേ മത്സരത്തിൽ ബാഴ്സലോണ 2 ഗോളിന് ലീഡ് നിന്നതിന് ശേഷം 10 ചുരുങ്ങിപ്പോയതിനു ശേഷമാണ് ഈ 2 ഗോളിന് ലീഡ് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്. 2-2 ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. സോ കെൽറ്റ വിഗോന്റെ ഹോം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 15ാമത്തെ മിനിറ്റിൽ തന്നെ റഫീന വഴി ബാഴ്സ ലീഡ് എടുക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 60ാമത്തെ മിനിറ്റിൽ അവരുടെ 2ാമത്തെ ഗോൾ കണ്ടെത്തുന്നുണ്ട്. ഗോൾ നേടിയത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു. അദ്ദേഹത്തിന്റെ 15ാമത്തെ ഗോളം കണ്ടായിരുന്നു ലാലിഗയിൽ. സോ അതിനുശേഷം ഒരു 82 മിനിറ്റ് വരെ കാര്യങ്ങൾ ബാഴ്സയുടെ സൈഡിൽ തന്നെയായിരുന്നു. പക്ഷെ 82ാമത്തെ മിനിറ്റിൽ കാര്യങ്ങൾ മാറി. 75ാമത്തെ മിനിറ്റിൽ ആദ്യം മഞ്ഞക്കാട് മേടിച്ചു. അതിനുശേഷം 82ാമത്തെ മിനിറ്റിൽ മാർക്ക് കസേഡോ 2ാമത്തെ മഞ്ഞക്കാട് മേടിച്ചു. അങ്ങനെ റെഡ് കാർഡായിട്ട് അദ്ദേഹത്തിന് പുറത്തു കൊണ്ടി വന്നു. സോ ബാഴ്സ 10 ആളായിട്ട് ചുരുങ്ങിയായിരുന്നു. പിന്നീടുള്ള തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ അടുപ്പിച്ച് 2 ഗോൾ കെൽറ്റ വിഗോ അങ്ങോട്ട് നേടി എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഗോൾ നേടിയതിൽ ബാഴ്സ റൈറ്റ് ബാക്കായ ജൂൾസ് കോണ്ടയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അദ്ദേഹം ബാക്ക് ലൈനിൽ ഗോൾ കീപ്പർക്ക് കൊടുത്ത് ഡീൽ ചെയ്യാൻ ഉദ്ദേശിച്ച പന്തായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയില്ല. സോ പിറകെ വന്ന കെൽറ്റ വിഗോ പ്ലെയറായ അൽഫോൺസോ ആ പന്ത് എടുത്ത് കളിക്കുകയും ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. സോ അതൊരു മേജർ ഇവന്റ് ആയിരുന്നു ഈ ഒരു മത്സരത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ. അതിനുശേഷം തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഹ്യൂഗോ ആൽവാരസ് അവരുടെ ഇക്വലൈസിങ് ഗോളും കണ്ടെത്തി. സോ കെൽറ്റ വിഗോ സ്റ്റേഡിയത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു 82 മിനിറ്റ് തുടങ്ങി 86 മിനിറ്റ് വരെയുള്ള ആ ഗ്യാപ്പിൽ, ആ ഒരു 6 മിനിറ്റിൽ അല്ലെങ്കിൽ 4-5 മിനിറ്റിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു എന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് കംബാക്ക് നേടാനുള്ള ഒരു അവസരം കെൽറ്റ വിഗോയ്ക്ക് ഉണ്ടായിരുന്നു. ആഡഡ് ടൈമിൽ 91ാമത്തെ മിനിറ്റിൽ ബ്രോജ ഇഗ്ലേഷ്യസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ക്രോസ് അദ്ദേഹം ഒരു ഫ്ലിക്കാണ് ചെയ്തത്. പക്ഷെ ബാഴ്സയുടെ ഭാഗ്യത്തിന് അത് നേരെ ഗോൾ കീപ്പറിന്റെ കയ്യിലേക്ക് തന്നെയായിരുന്നു. അല്ലെങ്കിൽ 1 പോയിന്റ് പോലും കിട്ടാണ്ട് മേ ബി ബാഴ്സയ്ക്ക് കെൽറ്റ വിഗോയിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നേനെ. എനിവേ ഒരു അൺവാണ്ടഡ് പോയിന്റ് ഡ്രോപ്പ് ആയിരുന്നു എന്തായാലും ബാഴ്സയുടെ ഭാഗത്ത്. ലാലിഗ ടേബിൾ ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും പിറകെ വരുന്ന ടീമുകൾ ഇവരെക്കാളും കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ, എസ്പെഷ്യലി റയൽ മാഡ്രിഡ്. സോ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് റയൽ മാഡ്രിഡിനൊക്കെ ബാഴ്സ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു അൺവാണ്ടഡ് പോയിന്റ് ഡ്രോപ്പ് തന്നെയായിരുന്നു ഇത്. സോ ഈ ഒരു മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. ആഴ്സണലിന്റെ പെർഫോമൻസും അതേപോലെ സിറ്റിയുടെയും ബാഴ്സയുടെയും ഈ ഒരു ഷോക്കിംഗ് റിസൾട്ട്സും എല്ലാം എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യാൻ നോക്കട്ടോ, കാരണം നിങ്ങളുടെ ലൈക്സ് ഈ വീഡിയോന്റെ റീച്ചിനും കാര്യങ്ങൾക്കും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ അത്യാവശ്യം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.